പോസ്റ്റ് ക്രെഡിറ്റ്സിൽ ഇന്ന് കേരള ക്രൈം ഫയൽ സീസൺ 2യുടെ മേക്കേഴ്സ് അല്ലെങ്കിൽ ഈ സക്സസിൻ്റെ പിന്നിലുള്ള കൈകൾ അഹമ്മദ് കബീർ, ബാൽ രമേശ് ആൻഡ് സിറാജ്, വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് കൺഗ്രാറ്റ്സ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനും പറ്റി ഇൻ ദ പ്രൊമോഷൻസ്. ബട്ട് ദ സെയിം ടൈം ആദ്യം മുതലേ നമ്മളതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നതുകൊണ്ട് തന്നെ ടു സീ ദിസ് സീരീസ് ബീങ് അക്സെപ്റ്റഡ് ആൻഡ് അതിൻ്റെ സക്സസ് വരുന്നത് കാണുന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞു തുടങ്ങിയ പോലെ റെഡിറ്റിൽ ഒരുപാട് തിയറീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കപ്പെടുന്നുണ്ട് സീസണിൻ്റെ അകത്ത് നടക്കുന്ന വിശേഷങ്ങൾ. പക്ഷേ ഞാൻ ആദ്യം അമ്മദിനോട് ചോദിക്കാം, ഓൾറെഡി ഉള്ളൊരു ബ്രാൻഡാണ് കേരള ക്രൈം ഫയൽസ്. യു ഹാവ് ടു കം അപ്പ് വിത്ത് എ സീസൺ 2 ഇൻ എ സ്റ്റേറ്റ് വെയർ വെബ് സീരീസ്, മെയിൻ സ്ട്രീം വെബ് സീരീസ് ഇസ് നോട്ട് എ തിങ് യെറ്റ്. അത് വരുന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ ഒരു നമ്മുടെ ഇതുപോലത്തെ മെയിൻ ആക്ടേഴ്സൊക്കെ വരുന്ന വെബ് സീരീസൊക്കെ കുറവാണ്. സോ ഏതെങ്കിലും പോയിന്റിൽ വാസ് ദിസ് എ മെൻ്റൽ പ്രഷർ? ബിക്കോസ് സക്സസ്ഫുൾ ആയിട്ടൊരു സാധനത്തിന് സീസൺ 2 കൊടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ചൂടൊന്നും ആലോചിച്ചില്ല സത്യം പറഞ്ഞാൽ. 1 ഇറങ്ങി നമ്മൾ ആക്ച്വലി 1ൻ്റെ ഏകദേശം റിലീസ് സമയത്ത് പ്ലാറ്റ്ഫോം 2നെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ 1 ഇറങ്ങട്ടെ, എൻ്റെ റിസപ്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ 1 ഇറങ്ങി ഹിറ്റായപ്പോൾ അവർ 2 ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കും ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു മൂവിയൊക്കെ ചെയ്തിട്ട് ചെയ്യാവുന്നതായിരുന്നു, പക്ഷേ ഇനി ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പം ഉറപ്പായിട്ട് ഈ കമ്പാരിസൺസ് വരുമെന്നറിയാം, പക്ഷെ നമ്മൾ ആലോചിച്ച് വെച്ചാൽ ആസ് എ മേക്കേഴ്സ് നമുക്കും ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക, അങ്ങനത്തെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം 1 പോലെ ആവരുത് 2 നമ്മൾ ആദ്യം അത് തീരുമാനിക്കുമായിരുന്നു. ബാക്കി റിസൾട്ട് നമ്മൾ നോക്കാതെ നമുക്കൊരു പുതിയ സാധനം ട്രൈ ചെയ്യാം. നമ്മുടെ ഭാഗത്ത് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഫിലിമോഗ്രഫിയിൽ ഓക്കെ ഒരു സാധനം വേണം, എല്ലാവരും ഹാപ്പി ആവുന്നൊരു വർക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ബാഹുലിലേക്കൊക്കെ എത്തുന്നത്. അതായിരുന്നു എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. കാരണം സീസൺ 2 യു ആർ ഓൾറെഡി റൈറ്റിംഗ് സംതിങ് ദറ്റ് വാസ് ഓൾറെഡി ഈ പറയുന്ന പോലെ ആ യൂണിവേഴ്സ് എക്സിസ്റ്റൻ്റ് ആണ്. എങ്ങനെയായിരുന്നു ആ റൈറ്റിംഗ് പ്രോസസ്സ്? ആരാണ് ആദ്യം ഇത് ഓഫർ ചെയ്തത്? ഞാൻ എഴുതിക്കൊള്ളാം എന്നുള്ളതായിരുന്നു ഓഫർ, അതോ ബാഹുൽ എഴുതുമോ എന്നുള്ളതായിരുന്നോ ചോദ്യം? ഞാനാണ് ആദ്യം, അതായത് ഇപ്പോൾ ആഷിക്കായിരുന്നു ഫസ്റ്റ് റൈറ്റർ. അപ്പോൾ അവൻ്റെ മാരേജ് കാര്യമായിട്ടാകുമ്പോൾ പോയി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇന്ന സമയത്ത് പിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കും പെട്ടെന്ന് റൈറ്റർ അവനില്ല. അപ്പോൾ എനിക്ക് ബാഹുലിനെ നേരത്തെ അറിയാം, ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്, ഇങ്ങനെ വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ബാഹുലിനെ വിളിച്ചു. അന്ന് കിഷ്കിന്ധാനത്തിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഇങ്ങനൊരു ഇതുണ്ട്, നീ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. അവൻ അപ്പം തന്നെ പിന്നെ എഴുതാനാകുമല്ലോ എന്ന് അറിഞ്ഞോളൂ, പക്ഷെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും. ഈ ഫസ്റ്റ് സീസണിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സും എലമെന്റ്സും വെച്ച് അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ ഒരു ബൗണ്ടറി? ലൈക്ക് വാട്ട് വാസ് ഹിസ് ബ്രീഫ്? അത്രേ പറഞ്ഞല്ലോ അല്ലേ, നീ നിൻ്റെ ഫ്രീഡത്തിന് എനിക്കിഷ്ടമുള്ള കഥ ആലോചിച്ചോ. ഓൺലി ഈ ഫസ്റ്റ് സീസണിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ മേജർ പോലീസ് ക്യാരക്ടേഴ്സിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിലേക്കൊന്ന് കൊണ്ടുവന്നാൽ മതി. ത്രൂ ഔട്ട് വേണമെന്നില്ല. അതിപ്പോൾ ഗസ്റ്റ് റോൾ 1 2 സീനിലാണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇപ്പോൾ ലാൽ സാർ, അജി ചേട്ടൻ അവരൊക്കെ കൊണ്ടുവരണം. ഈവൻ നവാസ്ക, സഞ്ജു, ഷിൻസേട്ടൻ, ഏത് രീതിയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ആദ്യം അഹമ്മദ്ക്ക് വായിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ അഹമ്മദ്ക്ക ലാൽ സാറ് ആക്ച്വലി ത്രൂ ഔട്ട് ഉണ്ട് കേട്ടോ, ക്ഷമാപണത്തോടു കൂടിയൊക്കെ അടിപൊളിയല്ലേ. ആൻഡ് ജെയ്സ്മോൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് സിറാജ് വന്നതും ഐ മീൻ ദാറ്റ്സ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് തിങ് ടു ആസ്ക്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കൊണ്ടലിൻ്റെ ഷൂട്ടോ അങ്ങനെ എന്തൊക്കെയോ നടക്കായിരുന്നു. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ക്യാരക്ടേഴ്സാണ് സിറാജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ how did you choose him and എന്തായിരുന്നു ആ സമയത്തുള്ള തോട്ട്സ് രണ്ടുപേരും? ആദ്യം അതായത് നമുക്കറിയാം ഇതൊരു ഭയങ്കര എന്തൊക്കെ ചെയ്താലും 6th കുറേ കാര്യങ്ങൾ റിവീലൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊരു അടിപൊളി പെർഫോമറാണ്. അപ്പോൾ സിറാജിൻ്റെ ആക്ച്വലി ഞാനിപ്പം അവൻ്റെ പവിയൽ എന്ന് പറഞ്ഞ പടം അതിനെടുത്ത എഫേർട്ട്, പിന്നെ എനിക്കറിയാം അവൻ അടിപൊളി പെർഫോമറാണ്. പിന്നെ ആ DXൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഇതുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭീകര ഫേമസ് ആളെ കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പം ഇവൻ നോക്കുമ്പോൾ ഇവൻ ഒരു ആർട്ടിസ്റ്റ് വൈസ് നമുക്കറിയാം സേഫ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പടങ്ങളുടെ രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. അത് നമുക്കും ടെൻഷനാണ്. പക്ഷേ നമ്മൾ എന്നിട്ട് അടുത്ത ഓപ്ഷനിലേക്കൊക്കെ പോകാൻ നോക്കി, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല, വിട്ടുകൊടുത്തില്ല. അവൻ ആ പടത്തിലെ ആൾക്കാർ അവരെയും താങ്ക്സ് കേട്ടോ, അവരും സമ്മതിച്ചു. അവരുടെ അവിടെ ഇവൻ കൺവിൻസ് ചെയ്തു. മീശ, മേക്കപ്പ്, രണ്ടും 2 രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതില് ശരിക്കും നമ്മള് മുക്കുവനും കടലിൽ പോയി ആ പരിപാടിയും ഇവിടെ ഒരു പോലീസുകാരനും ആണോ. ഇപ്പൊ എനിക്കും കൺഫ്യൂഷനായി, ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആ ഒരു ഭയങ്കര ഒരു പരിപാടി മാറ്റി ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും എനിക്ക്
മേക്കപ്പിൽ അമലേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, "എടാ, അവസരങ്ങളൊന്നും കളയരുത്, ഇത് ഞങ്ങളുടെ പണിയാണ്, ഞങ്ങൾ ചെയ്തോളാം." അതുമല്ല ഇവൻ്റെ ഈ പറഞ്ഞ ആ ഒരു ഈ സംസാരം, ആ സീൻ, മെയിൻ ആയിട്ടുള്ള സീൻ ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്തത് ഷൂട്ടിൻ്റെ സെക്കൻഡ് ഡേ കണ്ട്. അതെ, അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സീൻ നമ്മൾ സെക്കൻഡ് ഡേ എടുക്കുന്ന സീന്. അപ്പോൾ നമ്മളും അതായത് ക്ലൈമാക്സിലേക്ക് വരുന്ന സീൻ സെക്കൻഡ് ഡേ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ത്രൂ ഔട്ട് ദി പ്രൊമോഷൻസ് ആൻഡ് എവറിത്തിങ് ബാഹുലായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്. ബട്ട് എവ്രിബഡി ടോക്സ് അബൌട്ട് ഹൗ യു ഗെറ്റ് ദം ടു പെർഫോം. ഓക്കെ, ഇതിപ്പോൾ അർജുൻ ചേട്ടനാണെങ്കിലും സിറാജ് ആണെങ്കിലും ഓൾ ദി ആക്ടേഴ്സ് ഹാവ് ബീൻ സെയിങ് ബാഹുൽ എഴുതിയത് ടു ദ ടി പറയണം എന്നുള്ള ആ ഒരു റൂളും. ആൻഡ് ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു ADs-നെ വിട്ടിട്ട് ബാഹുല അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവൻ്റെ ബാക്ക് സ്റ്റോറി, ഇവൻ എല്ലാവരുമായിട്ടൊന്ന് ബ്രീഫിന് ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇവനിങ്ങനെ പോയി ലൊക്കേഷനൊക്കെ കഴിഞ്ഞ് പോവുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലൈറ്റ് ഇല്ല, നമുക്ക് ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിടണം, ഒന്ന് പോയി വിളിച്ചോണ്ട് വേണം. അതെ, എനിക്ക് ആ സീനൊക്കെ തൊട്ട് മുന്നേ ബാഹു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ആ ക്യാരക്ടറിന്റെ തൊട്ട് മുന്നേ ഉള്ള തോട്ട് എന്തായിരിക്കും. ചിലപ്പോൾ അത് സീനിലൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എന്നാലും ബാഹു ഭയങ്കരമായിട്ട് പറഞ്ഞു തരും. പിന്നെ എനിക്കൊരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇൻഡസ്ട്രിയലാറിന്റെ ബീജമൊക്കെ ഇട്ടിട്ട് നടന്നോളാൻ പറയും. ഞാൻ ആ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ നടക്കും, എന്നിട്ട് ആ ഷോട്ടിന് മുന്നേ പ്രിപ്പയർ ആവുന്നു. മനസ്സിലായി. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ ഈ പ്രോസസ്സിൻ്റെ അകത്ത് സോ വാസ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം ദറ്റ് യു ടുക്ക് എ ബാക്ക് സീറ്റ് ആൻഡ് ആക്ടേഴ്സിനോട് പെർഫോം ചെയ്യാൻ റൈറ്ററിനെ വിട്ടിട്ടുള്ള ഒരു പരിപാടി ആദ്യമായിട്ടാണ്? ആക്ച്വലി എൻ്റെ ഈ 4 വർക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ സ്ഥലത്ത് ഏകദേശം ഇരുന്നത് ഈ പടത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ബാഹുലിൻ്റെ ഇത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ത്രൂ ഔട്ട് പ്രീ പ്രൊഡക്ഷനിലും ഉണ്ടായിരുന്നു, സെറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഡയലോഗ്സ് കാര്യങ്ങൾ ഡിസ്കഷന് ബാഹുലും എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട് ജോബി, ഈ 2 പേരായിരുന്നു. അപ്പം 2 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ബാഹുൽ, ഇപ്പോൾ ലാൽ സാർ രാജുചേട്ടനാണെങ്കിൽ 2 ബാഹുൽ പോവും, അതിന് മുമ്പ് ജോബിയുടെ ഉണ്ട്. ഇപ്പോൾ ഈ 2 പേരുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എനിക്ക് മെയിൻലി പെർഫോമൻസും സീൻ്റെ കൊറിയോഗ്രഫിയും മെയിൻലി ഫോക്കസ് ചെയ്താൽ മതി. കാരണം സ്റ്റോറി രീതിയിലും ബാക്ക് സ്റ്റോറിയിലും അതിലെന്താ പറയേണ്ടതെന്ന് വേർഡ്സും ബാഹുൽ ഭയങ്കരമായിട്ട് നോക്കുന്നത്. അതുപോലെ മോണിറ്ററി ഞങ്ങൾക്ക് 2 ഹെഡ്ഫോൺസ് കണക്ട് ചെയ്ത് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ബാഹുൽ ഡയലോഗ് ശ്രദ്ധിക്കുന്നു, ഞാൻ പെർഫോമൻസ് ശ്രദ്ധിക്കുന്നു. അപ്പം ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അത് അടിപൊളി പ്രോസസ്സായിരുന്നു. പെർഫോം ചെയ്യുമ്പം പെർഫോമൻസ് നന്നാകുന്നതിനേക്കാളും കൂടുതൽ ഡയലോഗ് തെറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. ഡയലോഗിൽ ഒരു അക്ഷരം മാറി അപ്പം പിടിക്കും. എന്താ അതിനോടുള്ള ഒരു പാഷൻ, ഈ കറക്റ്റ് ഡയലോഗ് കറക്റ്റ് ഇതിൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഈവൻ ദ കോമ, ദ പോസസ്, അതിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതിലാണോ ശരിക്കും ബാഹുലിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കിടക്കുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഒറിജിനൽ സിൻടാക്സ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിങ്ങിൽ വേണം. നമുക്ക് ഒബ്വിയസ് ആയിട്ട് നമ്മൾ സിനിമകൾ ധാരാളം കണ്ട് ഉള്ളൊരു പഴക്കത്തിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് ഒരു ഡയലോഗിൻ്റെ സ്ട്രക്ചർ, ഒരു മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അത് അങ്ങനെ അല്ലാതെ നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു വ്യക്തിത്വം ഉള്ള രീതിയിലുള്ളൊരു ഡയലോഗ് ആക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. അത് എത്രത്തോളം വിജയിക്കുന്നുള്ളതല്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടക്കുക. ആ ഒറിജിനൽ സിൻടാക്സ്, അപ്പോൾ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും, അതിൻ്റെ ഒരു ഓർഡർ തന്നെയാണ് മൊത്തത്തിൽ ഷഫിൾ ചെയ്ത് കളിക്കുക. അതൊന്ന്. എന്നാൽ സെയിം ടൈം അത് ഒരു സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ട് തോന്നുകയും വേണം, ലിറ്ററേച്ചർ പോലെ അല്ലാതെ. അപ്പോൾ അതിന് ചിലപ്പോൾ വേർഡ്സ് ഈ പറഞ്ഞ അൺഓത്തറോക്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സെൻറ്റൻസ് പോസ് ബ്രേക്ക് ചെയ്യും, ഒരു സെൻറ്റൻസ് ചിലപ്പോൾ ഹാഫ് വേ ബ്രേക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഒന്ന് അൽക്കുൽത്താക്കും. ഇതൊരു കാരണം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഇംപ്രൊവൈസ് ചെയ്ത് അവർ പറയുന്നു ഇതിങ്ങനെ പറയാലോ, ഇതിങ്ങനെ പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന ഓപ്ഷൻ എപ്പോഴും നല്ലത് തന്നെയാണ്. അവർ പറയാറുള്ള വേർഷൻസ് നല്ലത് തന്നെയാണ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. അപ്പോൾ എനിക്കിതിൻ്റെ ബട്ടർഫ്ലൈ എഫക്റ്റും കൂടെ ആലോചിക്കണം. ഈ മൊമെൻറ്റിൽ ഈ ഡയലോഗ് ഇത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇത്രാമത്തെ സീനിലത്തെ ഇന്ന കോണ്ടെക്സ്റ്റിൽ അത് ശരിയായിരിക്കുമോ, ഇതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആ ക്യാരക്ടർ പെരുമാറുന്ന ഈ രീതിയിലല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രേറ്റ് ഈ ഒരു 1-2 വേർഡ്സ് മാറ്റുമ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ പ്രകൃതം തന്നെയായിരിക്കും അതിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് മാറ്റം വരുന്നത്. അപ്പോൾ ആ പ്രകൃതിയുള്ള ഒരാൾ ഇത്രാമത്തെ സീനിൽ ഈ സിറ്റുവേഷനിൽ ഈ രീതിയിൽ പിന്നെ ഇനി പറയാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ ഒരു ഒബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സെഷൻസും കാര്യങ്ങളും ഒക്കെ വിലയിരുത്തേണ്ടത്. അല്ലാതെ അത് ഒരിക്കലും ഇൻഫീരിയർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. എല്ലാം മിക്കതും കിടിലം തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് നമ്മുടെ ഓവറോൾ സ്ട്രക്ചർ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ നല്ല നമുക്ക് വേറെ എവിടെയും തട്ടുകേടില്ലാത്ത ഒത്തിരി ഇംപ്രൈസേഷൻസ് ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ലാൽ സാറിൻ്റെ ഒക്കെ കുറേ അടിപൊളി കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അജിച്ചേട്ടനാണ് ആക്ച്വലി ഇതൊക്കെ ഒരുപാട് പബ്ലിസിറ്റി കൊടുത്ത് അയച്ചേട്ടൻ. അപ്പോൾ അയച്ചേട്ടൻ പറയുന്നതൊക്കെ ടു ദ കോർ പ്ലോട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ്. അയച്ചേട്ടൻ ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷൻസും ഫാക്ച്വലായിട്ടും. എനിക്കൊന്ന് അജിച്ചേട്ടൻ്റെ ഒരു ചെറിയൊരു മോണോലോഗിലാണ് ഈ എൻറ്റയർ സീരീസിന്റെ കഥ അർജുൻ ചേട്ടനായിട്ടുള്ളത്. ഒരു ഗസ് വർക്ക് എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ പുള്ളിയാണ് ഒരു ചില അനക്ഡോക്റ്റുകൾ പല ലാൽ സാറിൻ്റെ അടുത്തോ ലാൽ സാർ കൺവിൻസ്ഡ് ആവാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നോബിളിന് ഹെൽപ്പ് ആകുന്ന രീതിയിലുള്ള ഒരു അനക്ഡോട്ടുകൾ
ചൈനയിൽ ഇങ്ങനെ നടന്നു, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നടന്നുള്ള അനക്ഡോട്ടുകളൊക്കെ പറയുന്നത് അൽച്ചേട്ടനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അത് മാറിക്കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കൺവെൻഷണൽ സ്ട്രക്ചർ സിൻടാക്സ് ആവാനും പാടില്ല, അങ്ങനെയുണ്ട്. പിന്നെ കർണാടക പോലീസുകാരുടെ അടുത്തുള്ള സീനാണെങ്കിൽ അതും ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് തന്നെയാണ് അവിടെ നടത്തുന്നത്. അവിടെയും സ്ഥിരം സിനിമ ഫോമാറ്റിന് വേണ്ടിയിട്ടുള്ള കോംപ്രമൈസുകൾ അവിടെ ഡയലോഗ്സിൽ വരാനും പാടില്ല, അത് മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്തുള്ളത്, അല്ലാതെ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് ഇപ്പോൾ എനിക്ക് ബോധ്യം വന്നത് എന്താ വെച്ചാൽ, കിഷ്കിന്ധാകണ്ണം ചെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു. അന്ന് ഞാൻ ഷൂട്ടും കൂടെ ചെയ്യാണല്ലോ. അപ്പോൾ എനിക്ക് ഇത്രയും ഒബ്ജക്റ്റിവിറ്റിയോടുകൂടി എല്ലാം ചിന്തിക്കാൻ പറ്റില്ല ആ സമയത്ത്. നമ്മൾ ആ സമയത്ത് പലപ്പോഴും ലോജിസ്റ്റിക്സ് ആയിരിക്കും. മഴ പെയ്യുന്നു, സമയം പോകുന്നു, ഇന്ന് ഇത്രയും തീർക്കണം, ഇന്ന് ഇത്രയും ഷോട്ടുകളും കൂടെ എടുക്കാണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഓട്ടപ്പാച്ചിലുണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ചിലപ്പോൾ ആസിക്കൊക്കെ ഒരു ഷോട്ട് എടുത്ത് ആസിക്ക് അപർണയും കൂടെ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻ ബിറ്റ്വീൻ ടേക്ക് ആസിക്ക് തന്നെ കട്ട് വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് ക്യാമറ മാറ്റി എന്താ കട്ട് വിളിച്ചാവോ എന്നുള്ളത് നോക്കുമ്പോഴാണ് ആസിക്ക തന്നെ അപർണ എടുത്ത് പറയണം, അപ്പു എടോ ആ ഡയലോഗ് അങ്ങനെ മാറ്റല്ലേ. അപർണ എന്തോ ഒരു ചെറിയ സ്ലൈറ്റ് ഇംപ്രൈസേഷനാണ് ചെയ്തത്. അത് അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലത്തെ ഇന്ന സീനിൽ നമ്മളിങ്ങനെ വരുമ്പോൾ അതിന് ഇത് കോൺട്രഡിക്ഷൻ ആയിരിക്കും. ആസിക്ക തന്നെ വെൽ അവെയറായിട്ട് അതിനെ തിരുത്തുന്നു. മറ്റൊരു സിറ്റുവേഷനിൽ ഇതേപോലെ ആസിക്ക ഒരു ഷോട്ടിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചു, ബാഹു ഏട്ടാ ഈ ഡയലോഗ് ഇങ്ങനെ ആക്കിയാലോ എന്നുണ്ട് പുള്ളി ഒരു പറഞ്ഞു കേൾപ്പിച്ചു. ഏട്ടാ നല്ല രസമുണ്ട്, ഇക്ക് അടിപൊളിയായിരിക്കും, പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ടേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ എടുത്ത് വെയിറ്റ് ചെയ്യാണ്. പുള്ളി മോണിറ്ററിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് പുള്ളി പറഞ്ഞു, എടാ അത് വേണ്ട, അത് നമുക്ക് പഴയ പോലെ തന്നെ എടുക്കാം. എന്നിട്ട് എന്ത് പറ്റി, അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 45ാമത്തെ സീനിൽ അത് പണിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ പോലും ഓക്കെ അടിച്ച് ആ സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. അപ്പോൾ അതിനേക്കാൾ അവെയർ ആയിരുന്നു അത്. പിന്നെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടാവും കണ്ടന്റ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. അവർ ആദ്യമേ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ അവയർനെസ്സിലൂടെ പോകുന്നുണ്ടാവില്ല, പക്ഷെ ആദ്യമേ ഇങ്ങനെയൊക്കെ ഷൂട്ടിന് മുന്നേ തന്നെ വെൽ ഫീഡ് ചെയ്യും. ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന് ഈ ഡയലോഗ് പ്രസൻറ്റേഷൻ ഈ ലെവൽ ഓഫ് ഡ്രാമയിലേക്ക് പോകാൻ പാടില്ല, ഇന്ന ആൾ വന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കോൺട്രഡിക്ടറി ആയിട്ട് എന്തെങ്കിലും സീനിൽ വരുമ്പോൾ ജസ്റ്റ് നീ ഇൻട്രപ്റ്റ് ചെയ്തേക്കണം, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ജിതേൻ്റെ അടുത്ത് പറഞ്ഞേക്കണം എന്നുള്ളത് ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചുമതലപ്പെടുത്ത ആളുടെ അടുത്ത് ഞാൻ പിന്നീട് ഷൂട്ടിൻ്റെ സമയത്ത് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഡയലോഗ് ഇംപ്രവൈസേഷൻ ചെയ്യണമെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, എടാ ഈ ഡയലോഗ് ഇങ്ങനെ മാറ്റിയാലോ. ഞാൻ അവരെ കൺസെൻറ്റ് വാങ്ങിയിട്ട് പിന്നെ മാറ്റം വരുത്തുള്ളൂ. കാരണം അവരപ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് വ്യൂവിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ മാറ്റിയാലോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ ആരെങ്കിലും ആലോചിക്കും, ഒരു മിനിറ്റ് കേട്ടാ, അതിന് എന്തെങ്കിലും ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടോ എന്ന് ആലോചിച്ചോ. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ വേർഡാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഞാൻ ഋതം പൊട്ടിക്കുക എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു സംഗതി. നമ്മളിപ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ റെൻഡർ ചെയ്യുമ്പോൾ ഉണ്ടെന്നൊരു ഋതം ഉണ്ടല്ലോ, അത് നമ്മൾ സിനിമകൾ കണ്ട് യൂസ്ഡ് ആയിട്ട് ആ ടോണിലേക്ക് വരും. ഇപ്പോൾ പക്ഷേ കഴിയുമ്പോൾ പോസ് എടുക്കുക, ഒരു പക്ഷേ എന്ന് പറഞ്ഞൊക്കെ പോകും. നമ്മൾ ജീവിതത്തിൽ പക്ഷേ കണ്ട് പോസ് എടുക്കുമല്ലോ, പക്ഷെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ ഒറ്റയടിക്കല്ലേ പറയുന്നത്. സിനിമയിൽ പറയുമ്പോൾ പക്ഷേ നീ അങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല എന്ന് പറയും. അപ്പോൾ ഈ മീറ്റർ പൊട്ടിക്കുക, ഋതം തെറ്റിക്കുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ അത് സ്ഥിരം ഋതത്തിൽ വരണ്ട. നീ പോസ് എടുക്കുന്ന സ്ഥലത്ത് പോസ് എടുക്കണം എന്ന് തോന്നുന്ന സ്ഥലത്ത് പോസ് എടുക്കണ്ട, കണ്ടിന്യൂസ് പോണ സ്ഥലത്ത് വേണമെങ്കിൽ പോസ് എടുത്തോ, 2 വാക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ ഇത് എന്താണ് സ്റ്റാമർ ചെയ്തൊക്കെ പോകുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോകാം. അതിന് സെയിം ആസിക്കയുടെ അടുത്തും കിഷ്കിന്ത ചെയ്യുന്ന സമയത്ത് ആസിക്ക ഇതൊരു ഒറിജിനൽ ഒരു ഋതത്തിൽ എല്ലാ ഋതവും പൊട്ടിച്ചോ, നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഒരു ഋതം പിടിക്കുക വേണ്ട, എന്തെങ്കിലും ഒറിജിനൽ ഋതം പിടിച്ചോ. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ടേക്ക് കഴിഞ്ഞ് അടുത്ത ടേക്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ പോലും പറ്റണമെന്നില്ല. കറക്റ്റ്. അങ്ങനെയുള്ളൊരു പരിപാടി അയാൾ മേ ബി ഇതുവരെ കേൾക്കാത്തൊരു ഇമ്പത്തിൽ ഒരു ടോണിൽ ഒരു ഇരിക്കും എന്നുള്ളത്. ഈ ഫൈനൽ ഔട്ട് നമ്മൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ഞാനാണ് പെർഫോമൻസിൽ പക്ഷേ നിങ്ങൾ ഈ പറയുന്ന നുവാൻസസ് അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഇത് എല്ലാവരുടെയും പെർഫോമൻസിൽ കാണാനുണ്ട്. ഈ സീന് ഇപ്പം നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ സീൻ ശരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരു സാധാരണ കഥയായിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ വെള്ളം അടിച്ചു, പാമ്പിനെ കെട്ടി, ഷർട്ടിൻ്റെ അകത്ത് എടുത്തിട്ടു, ഇതൊരു കോമഡി കഥയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കഥയാണ്. പക്ഷേ ഇവിടെ ഇത് ഭയങ്കര വേറൊരു ഇമോഷനിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. സോ ആ സീൻ പെർഫോം ചെയ്യുമ്പോൾ ഹൗ വാസ് ഇറ്റ് ഫോർ യു? ബിക്കോസ് ഇപ്പോൾ ഈ പ്രോസസ്സും കാര്യങ്ങളും സംഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ 2 ദിവസത്തിലോ അങ്ങനെയല്ലേ ഷൂട്ട് ചെയ്ത് ആദ്യത്തേത്. അപ്പോൾ മസ്റ്റ് ഹാവ് ബീൻ യുവർ ഫസ്റ്റ് സീൻ പ്രോബബ്ലി. അപ്പോൾ വാട്ട് വാസ് യുവർ? ആദ്യമേ എൻ്റെ അടുത്ത് ബാബു പറഞ്ഞല്ലോ, ഇത് ആസ് എ മേക്കർ ഞങ്ങൾക്കും ആസ് എ പെർഫോമർ നിനക്കും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബ്രീഫ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ആ സീനിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടി. പക്ഷേ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയിൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞില്ല. ബട്ട് ഈ സീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ നമുക്ക് അത്രയും ക്വാളിറ്റിയിൽ അത് കിട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു ബ്രീഫ് എനിക്ക് തന്നായിരുന്നു.
അപ്പം തന്നെ പകുതി പോയി ജീവൻ. പിന്നെ അവിടെ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വിറച്ചു. ഒറ്റ ടേക്കിൽ നമ്മൾ എല്ലാ ഷോട്ടുകളും പൊക്കോണ്ടിരുന്ന ആ ഫുൾ ഒറ്റ ഡയലോഗ് ഒറ്റ ടേക്കിലാണ് പൊക്കോണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മുന്നിൽ ജിജോയ് ചേട്ടനാണല്ലോ ഇരിക്കണേ. ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരും, മോനെ ഇച്ചിരി വെള്ളം വേണേ കുടിച്ചോട്ടെ. കാരണം നമ്മൾ 2-3 വട്ടം ചെയ്തപ്പോഴത്തേക്ക് അതിലങ്ങ് ഇൻവോൾവ് ആയിപ്പോയി നമ്മൾ. പിന്നെ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളും എന്തോ അത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഒരു സീൻ. പുള്ളി ഒറ്റയ്ക്കാണ് ഷോൾഡർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. സീരീസ് ആങ്കർ ചെയ്തേക്കണ പുള്ളിയുടെ ഷോൾഡറിലാണ്. Absolutely. അല്ല അവിടെ നമുക്ക് വേറെ ഒരു ടെക്നിക്കൽ ഗിമിക്കോ മ്യൂസിക്കോ പരിപാടികളോ വെച്ചിട്ടൊന്നും വേറെ ഒരു സർക്കസ് കളിച്ചിട്ട് പറ്റിക്കാൻ പറ്റില്ല, കണ്ണിപ്പൊടിയിടാൻ പറ്റില്ല. പെർഫോമൻസ് ഹാസ് ടു വർക്ക്. അതെ. പിന്നെ അതുപോലെ തന്നെ ജിജോയ് ചേട്ടൻ്റെ റിയാക്ഷൻ നമ്മൾ എടുത്തു പറയണം. കാരണം ഈ സാധനത്ത് റിയാക്ഷൻ കൊടുക്കണമല്ലോ, അതിനാണ് ഡബിൾ എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ പുള്ളിയും അത് അടിപൊളി. കാരണം കേട്ടോണ്ടിരുന്നാലും റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതും അത് ഭയങ്കര നുവാൻസ്ഡ് റിയാക്ഷൻ. അതെ അതെ. അതൊരു പോയിന്റ് ആയി കഴിഞ്ഞാൽ അത് മെലോഡ്രാമ അങ്ങനെയും പോകാൻ പറ്റില്ല. അത് ഭയങ്കര ക്ലാസ് സാധനമാണ്. CCTV സീക്വൻസ് അത് എനിക്ക് തോന്നുന്നു സീസൺ 2 ദ മോസ്റ്റ് ഇൻട്രീഗിങ് ആയിട്ടുള്ള പോർഷനാണ് ആസ് ടു ഹൗ ദേ ആർ ഫൈൻഡിങ് ഔട്ട്. അത് റിവേഴ്സിൽ പോവുക. ആൻഡ് അവിടെ ഹിഷാമിക്കയുടെ മ്യൂസിക് ആണെങ്കിലും അതേപോലെ തന്നെ മൈചേട്ടൻ്റെ കട്ട്സ് ആണെങ്കിലും എല്ലാം എവറിത്തിങ് നിങ്ങൾ ആസ് എ ക്രൂ ഒരുമിച്ച് വന്ന ഒരു പരിപാടിയായിട്ട് തോന്നി. വാസ് വെരി എക്സൈറ്റിംഗ്, വെരി ത്രില്ലിങ്. സോ അതിൻ്റെ ഒരു മേക്കിങ്ങിനെ കുറിച്ചൊന്ന് പറയാം. എഴുതിയത് പറഞ്ഞിട്ട് അല്ല എഴുതിയത് ഈ പറഞ്ഞിട്ട് ജനറലി നമ്മുടെ ഉള്ളൊരു ആഗ്രഹത്തിൻ്റെ ഒന്ന് മെയിൻലി ഒബ്വിയസിൻ്റെ പിന്നാലെ പോകരുത്. അപ്പോൾ CCTV പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ തൊട്ട് തുടങ്ങണം. അതായത് ഇപ്പോൾ ഇത് എഴുതാൻ വേണ്ടി വീട്ടിൽ പോയിരിക്കുക KCF. കഥയൊന്നും ആയിട്ടില്ല, എഴുതാൻ തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വെച്ചു, നീ ഒന്ന് പോലീസ് കഥയല്ലേ എഴുതുന്നത്? അതെ. അപ്പോൾ ഇന്നത്തെ കാലത്തെ കഥയാണോ? അതെ. അപ്പോൾ എന്തായാലും CCTV പരിശോധിക്കുന്ന സീൻ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? ഉണ്ടാവും. ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമില്ലല്ലോ. ഒരു മാർഗ്ഗം ഉണ്ടെന്ന് തോന്നുന്നില്ല, എവിടെയെങ്കിലും ഇട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നീ ദയവ് ചെയ്ത് അതിൽ സൂം ചെയ്തേ പോസ്റ്റ് ചെയ്തേ ഈ 2 ഡയലോഗുകൾ നീ ഒന്ന് ഒഴിവാക്കണം. അത് കൊള്ളാം. അതെ, ഇന്ന് പറഞ്ഞ പോലെ അതാണ് ഒരു ജനറലി ഇവിടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനത്തെ ഉണ്ടാവരുത്. പിന്നെ ഈ പറഞ്ഞാൽ CCTV ഈ പറഞ്ഞ പോലെയാണ് ഇന്നത്തെ കാലത്തെ അന്വേഷണം എന്ന് പറയുമ്പോൾ എന്തായാലും ആ വഴിക്ക് പോലീസുകാരെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റിസൾട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊന്ന് അഡ്രസ്സ് ചെയ്തിരിക്കണം സിനിമയിൽ. അപ്പോൾ അത് ഫോർ നെയിം സേക്ക് വെറുതെ ഒരു വണ്ടി പോയോ ഇല്ലയോ, വണ്ടിയുടെ നമ്പർ കാണുന്നുണ്ടോ ഇല്ലയോ, മഴ പെയ്തോ ഇല്ലയോ ആ സമയത്തോ, അങ്ങനെയുള്ളൊരു നമ്മൾ എപ്പോഴും സിനിമയിൽ കണ്ടുവരുന്ന രീതിയിലുള്ളൊരു യൂസേജ് അല്ലാതെ വേറെ എങ്ങനെ ഈ നരേറ്റീവിന് മാത്രമായിട്ട് ഇൻഡിജിനസ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു സീക്വൻസ് ആക്കി എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞൊരു ആഗ്രഹമുണ്ട്. അപ്പം ആറ്റിറ്റ്യൂഡ് പറയുമ്പോൾ തുടക്കം തൊട്ടേ പറയാവുന്ന കാര്യമാണ്. എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ പോലും ഞാൻ ആലോചിച്ച കഥയോ ക്യാരക്ടറോ ഒന്നും ഇല്ലതിന് മുന്നേ തന്നെ ആലോചിച്ചാണ് ഇതിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ, റിപ്പോർട്ടിൽ ഇന്ന് 9-10 ഇടയിലാണ് മരണം, ആ സമയത്ത് ഇവിടെ വന്നതാര്, ലാസ്റ്റ് കണ്ടതാര് എന്ന് പറഞ്ഞൊരു ചെയിൻ ഓഫ് മലയാള സിനിമയിലെ ക്ലീഷേസ് ഒക്കെ ബ്രേക്ക് ചെയ്തത് ഒരു ചെയിൻ ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. അത് മെയിൻ പ്ലോട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. പല പടങ്ങളിലും നമുക്കത് ഫോർ സേക്ക് ജസ്റ്റ് ഹാവ് ടു ഡൂ ദാറ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ് എന്ന് പറയുന്ന രീതിയിൽ പലതിലും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുവാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ തന്നെ കുറേ സിറ്റുവേഷൻസ് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടും കഥയിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ CCTVയുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഇതെങ്ങനെ എന്ത് കാര്യത്തെ എങ്ങനെ ട്വീക്ക് ചെയ്യാന്നുള്ളതാണ് ആഗ്രഹം കേട്ടോ. അത് എത്രത്തോളം വിജയിക്കുന്നുള്ളതല്ല, ട്വീക്ക് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുക, ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതിൻ്റെ ഭവിഷ്യത്ത് എന്താ വെച്ചാൽ നമ്മൾ അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ്. ആ ട്വീക്കിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മിഥിലാജ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ 2nd or 3rd എപ്പിസോഡ് തൊട്ട് പോലീസുകാരെ അന്വേഷിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കൊരു ഒബ്വിയസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ടെൻഡൻസി ആയിരിക്കും അടുത്ത സീക്വൻസിൽ ഇവർ മിഥിലാജ് എവിടെ ഒളിച്ചിരിക്കുന്ന മിഥിലാജിനെ ഏതെങ്കിലും കോളനിയുടെ അകത്ത് കയറിയിട്ടോ മറ്റൊരു സ്ഥലത്തോ കയറിയിട്ട് ട്രാപ്പ് ചെയ്ത് പൊക്കുക, അല്ലെങ്കിൽ ഫൈറ്റിനോട് പൊക്കുക അല്ല അത് അജീവല്ലായി ഞാൻ പറഞ്ഞ മറ്റാള്. അപ്പോൾ മറ്റാളെ പൊക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒബ്വിയസ് നമുക്കുള്ള ടെൻഡൻസിയാണ്, ഫസ്റ്റ് ഹാൻഡ് ടെൻഡൻസിയാണ് അതിലേക്ക് പോകാന്നുള്ളത്. ആ ടെൻഡൻസിയെ റെസിസ്റ്റ് ചെയ്യുക. ആരെ പിടിക്കാനാണോ അങ്ങോട്ട് പോകേണ്ടത് അയാൾ ഇങ്ങോട്ട് വന്ന് സറണ്ടർ ആയിക്കോട്ടെ, പ്രശ്നം തീർന്നല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ട്വീക്കിംഗ് ആണ്, ചെറിയ ട്വീക്കിംഗ് ആണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ CCTVയിൽ എന്ത് ട്വീക്കിംഗ് കൊണ്ടുവരാമെന്നുള്ള ആലോചിക്കുമ്പോഴാണ് ഇങ്ങനൊരു തോട്ട് വന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു ഈ ഡോഗിന്റെ എലമെന്റ് ആ CCTV തോട്ട് എന്നാണ് ആക്ച്വലി ഡോഗിന്റെ എലമെന്റ് എൻറ്റയർ സീരീസിൽ വരുന്നത്. ബിക്കോസ് ടെറിയുടെ വയറ്റിലാണ് ഈ പറയുന്ന റിങ്ങും കാര്യങ്ങളും കിടക്കുന്നത് അങ്ങനെയുള്ള. സോ അതും ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം. നമ്മൾ എവിടെയും പ്രതീക്ഷിക്കാത്ത ഇടത്തോട്ടാണ് പിന്നെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഈ കഥ പോകുന്നത്. ഹൗ ഡിഡ് ദേ ഗെറ്റ് ദ മണി, എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഈ CCTV തോട്ടിൽ നിന്നാണ് ശരിക്കും ഡോഗ് എന്നുള്ള എലമെന്റ് തന്നെ സീരീസിൽ വരുന്നത്. അല്ല ഫസ്റ്റ് എപ്പിസോഡിൻ്റെ അമ്പിളിയുടെ ബസ് സീൻ വെച്ചിട്ടാണ് എഴുതി തുടങ്ങണേ. എന്നിട്ടൊരു 4-5 സീൻ എഴുതി കഴിയുമ്പോൾ എനിക്ക് ഈ മ്യൂസിയം സീൻ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ
എടുത്തിട്ട് വെറുതെ ടൈറ്റിലിന് മുന്നേ പ്രൊലോഗായിട്ട് കൊണ്ടുവയ്ക്കാൻ തോന്നി. അത് എപ്പോഴും എപ്പോഴും എങ്ങനെയാണ് ഈ മെയിൻ പ്ലോട്ടായിട്ട് ബന്ധപ്പെടുമോ ഇല്ലയോ, ബന്ധിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ബോധേഡല്ല, ചിന്തിക്കുന്നുമില്ല. തൽക്കാലം ഇതവിടെ പോയി ഇരിക്കട്ടെ. മെയിൻ പ്ലോട്ടുമായിട്ട് ഓൺ ദ ഗോൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കണക്ട് ചെയ്യാം. പിന്നെ അല്ല ഈ കഥ വേറെ വഴിക്കാൻ പോകണമെങ്കിൽ അത് എടുത്തിട്ട് ഒഴിവാക്കാം, അത് വേറെ ഏതെങ്കിലും കഥയിൽ കയറ്റാം എന്നുള്ള രീതിയിലാണ് പോണത്. അപ്പോൾ എന്തോ സെക്കൻഡ് എപ്പിസോഡ് എത്തുമ്പോഴേക്ക് ഈ പറഞ്ഞ ആശ്രയ ഡോഗ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ വന്നു. തേർഡ് ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളെ ഡോഗ് ഷെൽട്ടറിലേക്ക് വീണ്ടും സീൻസ് വന്നു. പിന്നെ ഈ അമ്പിളി അയ്യപ്പ എങ്ങനെ എഴുതി പോയപ്പോൾ കോൺവെർസേഷൻ ഇങ്ങനെ വന്നപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഡോഗ് മാസ്റ്റർ ഇക്വേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഡൈനാമിക്സ് വന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു മെറ്റഫറിക്കൽ ആംഗിളിലും ആയാലും കോൺഷ്യസ് അല്ല, പ്രീ പ്ലാൻഡ് അല്ല, പ്രീ ഡിസൈൻഡ് അല്ല, എങ്ങനെ അറിയാണ്ട് അതിങ്ങനെ വന്നു. പിന്നെ അത് കൂടുതൽ ചിന്തിക്കാതെ വരുന്നത് അപ്പോൾ കിട്ടണത് എടുത്തിട്ട് മാവ് വെച്ചിട്ട് ദോശ ഇട്ടിട്ട് പോയി. ആ ചുടല് ബാക്കി എങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തത്? റിവേഴ്സ് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 എപ്പിസോഡിൽ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഇൻട്രൊഡക്ഷൻ, ഈ പറഞ്ഞ പോലെ കോൺവെർസേഷൻ സീൻസും മാറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഈ ഞാൻ ആസ് എ റീഡർ ഫസ്റ്റ് വായിക്കുമ്പം ഈ റിവേഴ്സ് എത്തിയപ്പോൾ ഒരു ഹൈ കിട്ടി. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ആക്ച്വലി ഒരു ബ്രീഫ് പോലെ സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മേക്കിംഗ് പ്രീ പ്രൊഡക്ഷൻ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഈ സീനിനെ അത് ആക്ച്വലി ഒരു മൂവി എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആക്ച്വലി പ്ലാനിങ് ആയിരുന്നു. കാരണം എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ചെയ്യാം, ആരൊക്കെ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇത് പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ ഇരിക്കുന്നവർ തന്നെ നല്ല ആർട്ടിസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ ആട്ടം മൂവിയിലെ 2 പേരെ കാസ്റ്റ് ചെയ്തേ, ചുമ്മാ ഒരാളെ കൊണ്ടുവരല്. കാരണം ചെറിയ ചെറിയ ഡയലോഗ്സ് പറഞ്ഞാലും അതിനൊരു ഒറിജിനാലിറ്റി പരിപാടി, റിയലിസ്റ്റിക് പരിപാടി വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യാം, കാരണം ഇത് ലാസ്റ്റ് അതിൻ്റെ എൻഡിലേക്ക് ആ സ്റ്റേഡിയം ഭാഗത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത്, അങ്ങനത്തെ പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അതുപോലെ പ്ലാനിങ് ആയിരുന്നു കുറേ ദിവസം ഇരുന്ന്. അപ്പോൾ അതിനുവേണ്ടി പിന്നെ ബാഹുല ഈ ആൾക്കാരുടെ ഇടയിലുള്ള ഡയലോഗ്സ്, ഇന്ന സാധനം എടുത്തേ അതെടുത്തേ, അങ്ങനത്തെ കാര്യങ്ങൾ, കോൺവെർസേഷൻസ്, ഇന്ന റോഡ്, അങ്ങനെ നമ്മൾ അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരു ഇരുത്തം ഉണ്ടായിരുന്നു. ഈ ഹിഷാമക്കയുടെ മ്യൂസിക് ഇത് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആ പോർഷനിലാണ് ഇതിൻ്റെ ഒരു ആ പാട്ടിൻ്റെതായിട്ടുള്ള സാധനം. പിന്നെ പലയിടത്തും അതിൻ്റെ ഒരു ഡോഗിൻ്റെ എലമെൻ്റ് ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്റേഴ്സ് നമുക്ക് കേൾക്കാം. സോ അദ്ദേഹത്തിനോടുള്ള ബ്രീഫ് എങ്ങനെയാണ്? ഇത് എന്നെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോ പ്രീമിയർ 6 എപ്പിസോഡ് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യ 2-3 പടത്തെ ADs വന്നു. ആദ്യത്തെ 3 കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു പരിപാടിയായിട്ട് ഇത് എനിക്ക് തോന്നിയില്ല. ഈ മ്യൂസിക്കും പാട്ടും എത്തിയപ്പോൾ അഹമ്മദ് കബീർ തിരിച്ചു വന്നു. പാട്ട് ഫീൽ ഗുഡ് പാട്ട് മ്യൂസിക് എനിക്ക് ചിരിയായിരുന്നു. കാരണം അവർക്ക് ടേസ്റ്റ് മനസ്സിലാകുന്നതിൻ്റെ സാധനമാണ്. ഹിഷാമിൻ്റെ ആക്ച്വലി ഈ സീക്വൻസ് ഇതുപോലെ ഹിഷാമ ഇത് അത്ര ഇതായിട്ട് നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഭയങ്കര ബ്രീഫിംഗ് ഒന്നും കൊടുത്തില്ല. ഇതിങ്ങനെ ഒരു നല്ലൊരു സാധനമായിട്ട് വരണം. ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് ഞാൻ ആദ്യം കൊണ്ട് കാണിച്ചു. ആദ്യത്തെ ഒരു റഫ് കട്ട് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ എടുത്തുകൊണ്ട് കാണിച്ചു തന്നു. അപ്പോൾ ഹിഷാം മോനോട് ഞാൻ ചുമ്മാ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആക്ച്വലി ഈ വേർഷൻ തന്നെ നമുക്ക് കിട്ടി ശരിക്കും പറഞ്ഞാൽ. അപ്പം ആൻഡ് ലാസ്റ്റത്തെ ലിറിക്സ് ആക്ച്വലി നമ്മുടെ ജോബി എഴുതിയത്, നമ്മുടെ അസോസിയേറ്റ് ഉണ്ട്, അവനാണ് ആ 4-5 ലൈൻ എഴുതിയത്. നമുക്കിവിടെ ലിറിക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ അത് ആക്ച്വലി ഹിഷാം തന്നെ അവൻ്റെ ഐഡിയയിൽ എഴുതിയത്. ബ്രീഫിംഗ് എന്ന് വെച്ചാൽ ഈ സീക്വൻസ് കൊണ്ട് കാണിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളാണ്, ആൾക്കാർക്ക് ഇത് കാണണം, റീവാച്ചിങ്ങിനും ഇത് കാണാൻ കൂടുതൽ സാധ്യതയുള്ള സീനാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ആക്ച്വലി ബാക്കിയെല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സീക്വൻസ് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവൻ ആക്ച്വലി ഇത്രയും ഈ ഒരു 4-8 മിനിറ്റ് അവൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് തന്നെയാണ് ഫൈനലിലും നിങ്ങൾ കാണുന്നത്. മൈ ഫേവറേറ്റ് മൊമെൻറ്റ് ഇൻ ദ സീൻ ഇസ് ദ ക്ലൈമാക്സ് സീക്വൻസ്. ഈ പറയുന്നത് പോലെ ആ നുവാൻസസ് പറഞ്ഞുകൊണ്ട് പറയാണ്, സിറാജിൻ്റെ മുഖത്തുള്ള ചിരിയും അർജുൻ്റെ മുഖത്തുള്ള ചിരിയും നോബിളിൻ്റെയും ജെയ്സ്മോൻ്റെയും 2 റീസൺസിനുള്ള ചിരി. ഐ തിങ്ക് ദാറ്റ്സ് വെയർ കൈയടിച്ച് പോകുന്നൊരു മൊമെൻറ്റ് എന്ന് പറയുമെങ്കിൽ പറയാം. ആൻഡ് ദ ഹോൾ ഡോഗ്സ് ആൻഡ് എവറിത്തിങ്, ഇത്രയും പട്ടികൾ ഒരുമിച്ച് നിന്ന് വാലാട്ടുന്നു. ഇറ്റ് വാസ് എ വെരി ഇമോഷണൽ മൊമെൻറ്റ്. ഞാൻ ആക്ച്വലി പ്രീമിയർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കുറേ പേര് കരയുന്നുണ്ട്. സോ പെറ്റ്സ് ഉള്ളവർക്കൊക്കെ സിറാജ് ആ കഥ പറയുന്ന മൊമെൻറ്റ് മുതൽ യു ആർ ടോട്ടലി ഇൻ വിത്ത് ദ സബ്ജക്റ്റ്, എസ്പെഷ്യലി പെറ്റ്സ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ സ്നേഹം ഉള്ളവർക്ക്. ബട്ട് ദാറ്റ് 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് 2 ക്യാരക്ടേഴ്സിൻ്റെ ക്ലോഷർ ഡിസൈൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് വിത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ബട്ട് നമ്മളും ആ നറേറ്റീവിൽ വിശ്വസിക്കുന്ന ആ നോബിളിൻ്റെ ഒരു മോണോലോഗിലാണ്. സോ പ്ലീസ് ടെൽ മീ ഹൗ ഡിഡ് യു ഡിസൈൻ ദാറ്റ് സീൻ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീൻ ഓഫ് ദ സീരീസ്. ബുദ്ധിപരമായിട്ടുള്ള എഫർട്ട് ഒന്നുമില്ല. അതെനിക്ക് അതിനും ക്രെഡിറ്റ് ഇൻട്രസ്റ്റെല്ലാറിന്റെ ട്രാക്കിനായിരിക്കും. ആ ട്രാക്ക് കേട്ടോണ്ടിരുന്നപ്പോൾ ടൈപ്പ് ചെയ്യാൻ തോന്നി എന്താണ് അത് ടൈപ്പ് ചെയ്തത്. ക്രിസ്റ്റഫർ നോളൻ, ഹാൻസ് സിമ്മർ ഈ പറയുന്ന ഒരു ക്രെഡിറ്റ് കൊടുക്കണമായിരുന്നു. അല്ല, ആ മ്യൂസിക് കേട്ടോണ്ടിരുന്നപ്പോൾ ടൈപ്പ് ചെയ്യാൻ തോന്നിയത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ അത് ടൈപ്പ് ചെയ്ത് വന്നു. ആ മ്യൂസിക്കലി കേൾക്കുമ്പോൾ
ഈ പറഞ്ഞ ഈ 2 ചിരി നോബിൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഇതുവരെ ഒന്നും ഇല്ലാത്ത ഒരാളുടെ മുഖത്ത് അങ്ങനെ ചിരി കണ്ടു എന്ന് പറഞ്ഞ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ എഴുതി വെക്കാൻ ആ മ്യൂസിക് കേട്ടപ്പോൾ തോന്നി വേറെ ഏതായാലും മ്യൂസിക് കേട്ടാണെങ്കിൽ ചിലപ്പോൾ കഥ വേറെ മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നു എൻ്റെ പ്രേമത്തിൽ കിച്ചേട്ടൻ പിന്നെ ലവ് ലെറ്റർ വാങ്ങിച്ചിട്ടേ അനുഭവിക്ക് കൊടുക്കാനുള്ള ലവ് ലെറ്റർ വാങ്ങിച്ചിട്ടേ ഇതെന്താണ് മീരിയെ കാണാൻ ചാള വളർത്ത റുക്കാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് നീ അങ്ങനെ എഴുതിയിട്ടുണ്ട് അത് ആ സമയത്ത് ഒരു മീൻകാരി ഇവിടെ വന്നിട്ടുണ്ട് അതാത് സമയത്ത് ഏത് സ്കോറാണ് കേൾക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ കുഴപ്പമില്ല. ഇപ്പം അയച്ച പോലെ ബാഹുല ആ സ്ക്രിപ്റ്റ് വന്നപ്പം ഈ നിങ്ങൾ പ്രീമിയറിന് കണ്ടു ഇപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കും അതൊരു കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ പരിപാടിയുണ്ടല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളും അത് വായിച്ചതിൻ്റെ ഒരു മൊമെൻ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ ഇത് കൊള്ളാലോ എന്താണ്. യെസ്, അപ്പോൾ കേരള ക്രൈം ഫയൽ സീസൺ 2 ഈ പറയുന്ന പോലെ ഫോർ മൾട്ടിപ്പിൾ റീസൺസ് ഫോർ ദ പെർഫോമൻസസ്, ഫോർ ദ നറേറ്റീവ്, ഈ പറയുന്ന പെറ്റ്സിൻ്റെ ഒരു റീസൺ, ഫോർ എക്സ്ട്രീംലി ഗുഡ് കാസ്റ്റിംഗ്, ഫോർ എക്സ്ട്രീംലി ഗുഡ് റൈറ്റിംഗ്. വി ബീൻ സീയിങ് ഗ്രേറ്റ് റിവ്യൂസ്, ഗ്രേറ്റ് ഡിസ്കഷൻ ത്രെഡ്സ്, ലോട്ട് ഓഫ് ഡൗട്ട്സ്, ബട്ട് ബീങ് ആൻസർഡ് ബൈ ഓഡിയൻസ് ദെംസെൽഫ്. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതികളിൽ കേരള ക്രൈം ഫയൽസ് ഡിസ്കഷൻ ആവുന്ന കാണുന്നുണ്ട്. ബിഗ് കൺഗ്രാറ്റ്സ് ടു ഓൾ ഓഫ് യു വൺസ് അഗൈൻ. എനിക്കും ഒരുപാട് ഇനിയും ചോദിക്കേണ്ട, പക്ഷേ ഐ എം ജസ്റ്റ് ലിമിറ്റിംഗ് ഇറ്റ് ടു വെരി ഷോർട്ട് ആൻഡ് സ്വീറ്റ് കോൺവെർസേഷൻ. സിറാജ്, കൺഗ്രാറ്റ്സ്. നിങ്ങൾക്ക് ഇത് ഒരുപാട് മൈലേജ്. എനിക്കും ഇങ്ങനൊരു അവസരം തന്നതിന് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലൊരു അവസരം, എന്നെ പോലെ എല്ലാ അപ്കമിങ് ആർട്ടിസ്റ്റുകളും ഇവൻ വഴി അല്ലാതെ നമ്മൾ ഇവൻ്റെ കുറേ കാര്യങ്ങൾ പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരിക്കലും ആ വിഷമം ഉണ്ടെന്ന് തന്നെ റോൾ എടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ഓക്കെ കറക്റ്റായിട്ടുള്ള ഒരാൾ ഇപ്പം ഉറപ്പായിട്ടും ഇപ്പം ഞാനാണേലും എൻ്റെ ക്യാമറാമാൻ ആണേലും എല്ലാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ ഇപ്പം വേറൊരു പടം ചെയ്യുമ്പോൾ എടുത്ത എഫേർട്ട് കാര്യങ്ങൾ ഈവൻ സഞ്ജു അവൻ പറയാറുണ്ട് എപ്പോഴും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ അടിപൊളി പെർഫോമൻസാണ്. കാരണം കറക്റ്റായിട്ട് ഇത് ഒത്തു വരുന്നില്ല, സ്ട്രഗ്ലിംഗ് ആയിട്ട് ഒരുപാട് ഇപ്പോഴും അതെ എല്ലാവരും അതെ എന്ത് സാധനം കിട്ടിയാലും നമ്മളൊന്ന് നോക്കും ഇത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയാവും. പക്ഷെ എന്നാലും ഇത് ഞാൻ സിറാജ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അതായത് നമുക്കൊരു നല്ല സോളിഡ് ക്യാരക്ടർ കിട്ടിയത് കൊണ്ട് ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറിന്റെ ലൈഫ് അങ്ങനെ മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് യു ഹാവ് ഓൾസോ ബീൻ ത്രൂ. ലൈക്ക് എൻ്റെ അടുത്ത് അന്ന് ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഐ തിങ്ക് എ ലോട്ട് ഓഫ് സ്ട്രഗ്ലിംഗ് ആക്ടേഴ്സ് ഗോ ത്രൂ. എല്ലാവരും പ്രതീക്ഷിക്കും, ബട്ട് ഇറ്റ്സ് എൻ ഇമോഷൻ ദാറ്റ് യു ഗോ ത്രൂ. അത് നമുക്കൊരു അവസരം കിട്ടിയാലേ നമുക്ക് കാണിക്കാനും പറ്റുള്ളൂ. നമ്മൾ എന്തോരം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് പെർഫോം ചെയ്യണം, നല്ല ക്യാരക്ടർ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അവസരം തന്നതിന് ഒരു താങ്ക് യു പറഞ്ഞു. അത് സത്യം ഭയങ്കരമായിട്ട്. ആൻഡ് ബാഹുൽ, അഗെയിൻ എക്സ്പെക്ടിങ് വേറൊരു രസമുള്ള ത്രില്ലർ അഗെയിൻ ഫ്രം യു. ഐ ലവ് യുവർ പ്രോസസ്. ഭയങ്കര രസമാണ്, തിങ്കിങ് ഭയങ്കര രസമാണ്, ഇതെങ്ങനെ പൊളിക്കാം. ആൻഡ് ഐ ആം ഓൾസോ ബിഗ് ഇൻ ദിസ് ലവ്, സോ ഐ കണക്ട് വിത്ത് യു ലൈക്ക് ദാറ്റ്. ആൻഡ് അമ്മരെ ഭയങ്കര സന്തോഷം ടു സീ KCF പെർഫോമിങ് ലൈക്ക് ദിസ്. അടുത്ത പടത്തിന് വെയിറ്റിംഗ്. ഇനി പടമാണോ അതോ പടം ഉറപ്പായിട്ടും പടം സീസൺ 3 എപ്പോഴെങ്കിലും? ഇല്ല, പ്ലാറ്റ്ഫോമും നമ്മുടെ അങ്ങനെ ഡിസ്കഷൻ തുടങ്ങിയില്ല. അവർ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പം ബാഹുലും വേറെ പടം ചെയ്യുന്നുണ്ട്, ഞാനും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കൺഗ്രാറ്റ്സ് ഗൈസ്. താങ്ക് യു.